السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു തആല നമ്മുടെ നിസ്കാരവും മറ്റു പുണ്യങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുന്നുണ്ട്, വലാ തകും മിനൽ ഗാഫിലീൻ, വലാ തകും മിനൽ ഗാഫിലീൻ. ഓ മനുഷ്യാ, നീ ശ്രദ്ധയില്ലാത്തവരിൽ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹിന്റെ വഴിയിലായി എന്നൊന്നും നിലനിൽക്കാനാണ്, എപ്പോഴും നിലനിൽക്കാനാണ്. അതല്ലാതെ തോന്നിയതുപോലെ ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, വലാ തകും മിനൽ ഗാഫിലീൻ, നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നു, വദ്കുറുല്ലാഹ കസീറ, ജനങ്ങളെ നിങ്ങൾ ഒരുപാട് അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ ഒരുപാട് ഓർക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ നിങ്ങളെ അള്ളാഹു വിജയികളിൽ പെടുത്തും. അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്ന. അള്ളാഹു തആല നമ്മൾക്ക് ഒരുപാട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ വേറൊരു ഭാഗത്ത് പറയുന്നു, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്തി, അള്ളാഹുവിനെ ഒരുപാട് ഓർക്കുന്ന പുരുഷന്മാര്, അള്ളാഹുവിനെ ഒരുപാട് ഓർക്കുന്ന സ്ത്രീകള്, ഫർളിന്റെ പുറമെ സുന്നത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നതായ കാര്യങ്ങളിൽ എപ്പോഴും ബന്ധപ്പെട്ട് കഴിയുന്നവരില്ലോ, മഗ്ഫിറത്തുൻ, അവർക്ക് അല്ലാഹു തആല അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. മാത്രമല്ല അജ്റൻ അദീമാ, വർണ്ണമായ വലിയ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകും. അല്ലാഹു നമുക്ക് അവനെ ഓർത്തുകൊണ്ടുള്ള ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ ലഘുവായ രണ്ട് വാക്ക്, സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിലാണെങ്കിലോ ആ രണ്ട് വാക്ക് വലിയ ഭാരം തൂങ്ങും, നല്ല കനമുള്ളതാകും. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രണ്ട് വാക്കുണ്ട്. എന്നിട്ട് മുത്തനബി തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ പരിശുദ്ധമായ വാക്ക് സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. വബിഹംദിഹി, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം സുബ്ഹാനല്ലാഹിൽ അലീം, മഹാനായ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ ഇതാ വാഴ്ത്തി പറഞ്ഞു. ഈ വാക്കുണ്ടല്ലോ, ഇതൊരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ നാവിന് വളരെ എളുപ്പ, പക്ഷെ മീസാൻ എന്ന തുലാസിന് വലിയ കനം തൂങ്ങുന്നതായ വലിയ വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നത്. അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതുമാണ്. അല്ലാഹു ഈ ദിക്ർ ഒരുപാട് ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു ഭാഗത്ത് മുത്തനബി തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ, ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലിയാൽ ഖുത്തത്ത് ഖതായാഹു, ആ മനുഷ്യന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. വൈകാനത്ത് ബിസില സബദിൽ ബഹർ, കടലിലെ നുരകളെ പോലെ ഒരുപാട് തെറ്റുകൾ അവനിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ ദിക്റിന്റെ മഹത്താണ്. പരമാവധി നമ്മൾ കൂടുതൽ ദിക്റല്ലേ. വീണ്ടും റസൂലുള്ളാഹിന്റെ ഹദീസ് നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്ന് അറിയുമോ? അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹ് പടച്ചോനെ നിന്റെ പരിശുദ്ധയെ ഞാനിതാ വാഴ്ത്തി പറയുന്നു, ഞാനിതാ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാക്കാണ്. അല്ലാഹു തആല ഒരുപാട് ഈ വാക്കുകൾ ചെല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ റബ്ബേ, ഞങ്ങളുടെ നിസ്കാരങ്ങളും ഞങ്ങളെ ജമാഅത്തും ഞങ്ങളെ സുന്നത്തും പള്ളിയിലേക്ക് വരുന്നതും പോകുന്നതൊക്കെ വലിയ പുണ്യമായി ഞങ്ങൾ കബൂൽ ചെയ്യണം തമ്പുരാനെ. വലിയ പ്രതിഫലം ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഹലാലായ മുറാദുകളൊക്കെ സഫലീകരിച്ച് നൽകണം തമ്പുരാനെ. ഞങ്ങളെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരണം തമ്പുരാനെ. ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചവരെ ഞങ്ങളെ ചുറ്റും മറവട്ട് കിടക്കുന്നവർ എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കണം റഹ്മാനെ. آمين برحمتك يا أرحم الراحمين بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب. السلام عليكم.